ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന വെണ്ടയ്ക്ക മെഴുക്ക് പറ്റിയാട്ടോ. അതിനു വേണ്ടി നമ്മൾ വെണ്ടയ്ക്ക ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ എപ്പോൾ വെണ്ടയ്ക്കപ്പേരി ഉണ്ടാക്കുമ്പോഴും അത് ഉടഞ്ഞു പോകട്ടോ. എനിക്കാണെങ്കിൽ ഉടയാതെ ഇങ്ങനെ അതുപോലെ തന്നെ ഇങ്ങനെ കിട്ടുന്നതാണ് എനിക്കിഷ്ടം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് എനിക്കൊരു കാര്യം പറഞ്ഞു തന്നു, അവളെ അമ്മ കാണിക്കാറുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ അതുപോലെയാട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നോക്കാം. അതിനു വേണ്ടി ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് നല്ല ചൂടായി വരുമ്പോഴേക്കും നല്ല വെളിച്ചെണ്ണ ആയിട്ട് ഒഴിച്ചു കൊടുക്കണ്ടേ. എപ്പോഴും വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുക. എന്നിട്ട് അതിലേക്ക് നല്ല സവാളയും പച്ചമുളകും കട്ട് ചെയ്തിടാം. എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയും പച്ചമുളകും വഴന്ന് വന്നാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെണ്ടയ്ക്ക അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് ഇനിയാണ് നമ്മളെ സീക്രട്ട് ചേർക്കാൻ പോകുന്നത്. വേറെ ഒന്നുമില്ല, എല്ലാവരുടെ വീട്ടിലുള്ള സാധനമാണ് വിനാഗിരി. അതൊരിത്തിരി അതിലൊഴിച്ച് കൊടുത്താൽ നമ്മളെ ഈ വെണ്ടയ്ക്ക ഉടയാതെ കിട്ടും. ഇനി അതൊന്ന് എല്ലാവർക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ നല്ല ആവി കയറി വെള്ളം ഒഴിക്കൊന്നും വേണ്ട ആവശ്യമില്ല. ചെറിയ തീയിലിട്ട് അടച്ച് വെച്ച് ഇങ്ങനെ വേവിച്ചെടുത്താൽ മതി. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ അടച്ച് വെച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്, വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ. ഇപ്പം നമ്മളെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ കണ്ടില്ല, ഇങ്ങനെ ഉടയാതെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളെ വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ട്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും ഞാൻ എൻ്റെ ഒരു അറിവ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഉടയാതെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ശരി, ടാറ്റാ ബൈ, സീ യു.